ഇസ്രയേലിൻ്റെ ദേശം ആർക്കാണ് അവകാശപ്പെട്ടത്? അതെങ്ങനെയാണ് ആ ദേശം യഹൂദർക്ക് അവകാശപ്പെട്ടത്? അങ്ങനെയെങ്കിൽ എന്തെല്ലാം അവകാശവാദങ്ങളാണ് അവർക്കുള്ളത്? അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. നമ്മുടെ അടുത്ത ഒരു സ്പെഷ്യൽ ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. നമ്മൾ ഇസ്രയേലിൻ്റെ ദേശം എങ്ങനെയാണ് യഹൂദർക്ക് അവകാശവാദങ്ങൾ ഉള്ളത് എന്ന് നോക്കുന്നതിന് തൊട്ടു മുമ്പ് എന്തായിരുന്നു ആ ദേശത്തിൻ്റെ ഒറിജിനലായിട്ടുള്ള പേരെന്താണെന്നുള്ളതൊന്ന് തൊട്ടു നോക്കണം. ഇന്ന് അനേകർ പ്രചരിപ്പിക്കുന്ന ചിന്ത ആ ദേശത്തിൻ്റെ പേര് പലസ്തീൻ എന്നായിരുന്നു എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ആ ദേശത്തിൻ്റെ പേര് ഇസ്രയേൽ അല്ലെങ്കിൽ യഹൂദ്യ. കാരണം യഹൂദർ പാർത്തിരുന്ന ദേശമാണ് യഹൂദ്യ. ആ ദേശം റോമാക്കാരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നപ്പോൾ നമുക്കറിയാം AD 70 ആ യഹൂദ ദേവാലയത്തെ നശിപ്പിച്ചു. യഹൂദർ ലോകത്തിൻ്റെ വിവിധ ദിശകളിലേക്ക് ചിതറിക്കപ്പെട്ടു. എന്നാലും കുറച്ചുപേർ ആ ദേശത്ത് വീണ്ടും താമസിക്കുന്നുണ്ടായിരുന്നു. ഇനി എംപറർ ഹേഡ്രിയൻ്റെ സമയമാവുമ്പോൾ, അതായത് ഏകദേശം 120 AD ആകുമ്പോൾ, അദ്ദേഹം യഹൂദരെ വളരെ ശക്തമായി പീഡിപ്പിക്കുവാൻ തുടങ്ങി. യഹൂദർ പ്രതികരിച്ചു. അങ്ങനെ ഉണ്ടായ ആ ഒരു പ്രതികരണത്തിൻ്റെ പേര് തന്നെയാണ് ബാർ കോക്ബ റിവോൾട്ട്. അത് 132 മുതൽ 135 AD വരെയാണ് ആ സംഭവങ്ങൾ. 135 AD റോമാക്കാർ യഹൂദ സൈന്യത്തെ അല്ലെങ്കിൽ യഹൂദരുടെ ആ പ്രതികരിക്കുന്ന ആ സൈന്യത്തെ എല്ലാം തകർത്ത് അവർ യെരുശലേമിനെ കാളകളെ കൊണ്ട് കിളച്ച് യഹൂദരെയെല്ലാം അടിമത്തത്തിലേക്ക് വിൽക്കുകയായിരുന്നു. യെരുശലേമിനെ ഒരു ജാതിക നഗരമായി അവർ അങ്ങ് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ പേര് തന്നെ മാറ്റി എയിലിയ കാപ്പിറ്റോലീന. എന്നിട്ട് യഹൂദർക്ക് അവിടെ പ്രവേശിക്കുവാൻ പോലും അനുവാദമില്ലാതായി. വർഷത്തിൽ ഒരു ദിവസം മാത്രം, അതായത് ആവ് എന്ന് പറയുന്ന ആ യഹൂദ മാസത്തിൻ്റെ 9-ാം തീയതി, അതായത് നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സമയത്തായിരിക്കും ആ തീയതി വരുന്നത്. ആ ഒരു ദിവസം മാത്രം യഹൂദർ നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുവാൻ മാത്രം യെരുശലേമിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഹേഡ്രിയൻ പിന്നീട് യഹൂദരോടുള്ള ആ ദേഷ്യവും വെറുപ്പും നിമിത്തം യഹൂദ്യ എന്ന പേര് ചരിത്രത്തിൽ നിന്നും മാപ്പുകളിൽ നിന്നും തന്നെ തുടച്ചു നീക്കേണ്ടതിന് വേണ്ടി ആ ദേശത്തിൻ്റെ പേര് യഹൂദ്യയിൽ എന്നതിൽ നിന്ന് മാറ്റി സിറിയ പലസ്റ്റീന, അതായത് ഫിലിസ്റ്റീൻ എന്നതിൻ്റെ ലത്തീൻ തർജ്ജമയായ ആ ഒരു പേര് സിറിയ പലസ്റ്റീന എന്ന പേരിലേക്ക് താൻ മാറ്റുകയാണ് ഉണ്ടായത്. പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരിക്കലും നിലനിന്നിട്ടില്ല. പലസ്തീനികൾ എന്ന് പറയുന്നത്, അതായത് ഒരു രാജ്യത്തിൽ വസിക്കുന്നവരാണല്ലോ ആ നിവാസികൾ. അങ്ങനെ നോക്കിയാൽ പലസ്തീനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുമില്ല. കാരണം ഒരു രാജ്യമുണ്ടായെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ആ രാജ്യത്തിൻ്റെ നിവാസികൾ. അങ്ങനെ ഒരു രാജ്യം, അതായത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരിക്കലും നിലനിന്നിട്ടില്ല. കാരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പേര് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താണ് പലസ്തീൻ എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം? റോമക്കാർ എങ്ങനെയാണ് ആ പേര് പൊക്കിക്കൊണ്ട് വന്ന് ഈ യഹൂദിയ എന്ന് പറയുന്ന ആ പ്രദേശത്തിന് പേരിട്ടത്? പലസ്തീനികളിൽ നിന്ന് നമ്മളിന്ന് വിളിക്കുന്നവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്തായിരിക്കാം? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനിയും താമസിയാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന മറ്റൊരു സന്ദേശത്തിൽ നാം ചിന്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്യുവാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ അപ്രകാരമുള്ള സന്ദേശങ്ങൾ, സമകാലിക സംഭവങ്ങൾ, ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ, ബൈബിൾ സ്റ്റഡികൾ, ചോദ്യോത്തര സെഷനുകൾ ഒക്കെ പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്കുടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് യഹൂദർക്ക് ആ ദേശത്തിൻ്റെ മേലുള്ള അവകാശവാദങ്ങൾ? ഒന്ന്, ഗോഡ്സ് പ്രോമിസ് ടു എബ്രഹാം. ദൈവം എബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. ചരിത്രത്തിൽ അങ്ങ് പുറകോട്ട് പോയാൽ സർവശക്തനായ ദൈവം എബ്രഹാമിനോടൊരു വാഗ്ദത്തം ചെയ്തു. പിന്നെ എബ്രഹാമിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകനായ ഇസഹാക്കിനോടും പിന്നെ തൻ്റെ കൊച്ചുമകനായ യാക്കോബിനോടും വാഗ്ദത്തം ചെയ്യുകയാണ്. അതായത് ദൈവം ഒരു ദേശത്തെ അവരുടെ സന്തതികൾക്ക് കൈവശമായി കൊടുക്കും. ആ ദേശം എന്നേക്കും അവരുടെ അവകാശമായിരിക്കുമെന്ന്. നമ്മളിതെല്ലാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്. വൈദവേ, ഞാൻ മറ്റൊരു സന്ദേശത്തിൽ എന്താണ് ആ ഇസ്രയേലിൻ്റെ യഥാർത്ഥ അതിർത്തികൾ, ഉടമ്പടി, ഞാനിപ്പോൾ പറഞ്ഞ ഉടമ്പടി,
ആ ഉടമ്പടി പ്രകാരം ചരിത്രത്തിൽ എന്നെങ്കിലും ഈ ദേശം അവരുടെ കൈവശം വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എങ്ങനെയാണ് അത് ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച, 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് അത് നിവർത്തിക്കപ്പെടാൻ പോകുന്നത്? എല്ലാത്തിനെയും തൊട്ടുകൊണ്ടുള്ള മറ്റൊരു സന്ദേശം നമ്മുടെ തന്നെ ചാനൽ ലഭ്യമാണ്. ആ സന്ദേശത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ല എങ്കിൽ കാണണം. മറ്റൊരു കാര്യം കൂടെ, സർവശക്തനായ ദൈവത്തിൻ്റെ തീരുമാനമാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവനുമായി ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ തീരുമാനമാണ് ഏതെങ്കിലും ഒരു ദേശം ആർക്ക് അവകാശം ആയി കൊടുക്കണമെന്നുള്ളത്. അത് ഉടമ്പടിയാൽ ഇസ്രായേൽ മക്കൾക്ക് താൻ കൊടുത്തുവെങ്കിൽ ലോകത്തിൽ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ ആർക്കും അത് മാറ്റുവാൻ സാധ്യമല്ല. അപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് വന്നാൽ, മിസ്രൈമിലെ അവരുടെ ആ അടിമത്തത്തിന് ശേഷം ദൈവം മോശയെ ഉപയോഗിച്ച് മിസ്രൈമിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ ഉപയോഗിക്കുന്നു. എന്നിട്ട് യോശുവയുടെ ലീഡർഷിപ്പിൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അതിന് 400 വർഷം കഴിഞ്ഞ് ദാവീദ് രാജാവ് യെരുശലേം പട്ടണത്തെ പിടിച്ചെടുക്കുന്നു. അങ്ങനെ താൻ യെരുശലേമിനെ തൻ്റെ ക്യാപിറ്റൽ നഗരമായി ഏകദേശം 1000 BC അവിടെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഇസ്രയേൽ ആ ദേശത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്രയും വർഷങ്ങളായിട്ട് ഇസ്രയേൽ മക്കൾ ആ ദേശത്തുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഉള്ള തെളിവുകൾ ഇസ്രയേലിൻ്റെ ദേശത്ത് മാത്രമല്ല, വെസ്റ്റ് ബാങ്ക്, അതായത് ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യഹൂദ്യ അല്ലെങ്കിൽ ശമരിയ, ആ പ്രദേശത്തും എല്ലാം തന്നെ തെളിവുകളുണ്ട്. ബത്തേൽ, അവിടെയാണ് യാക്കോബ് സ്വർഗത്തിലേക്കുള്ള ഗോവേണിയെ സ്വപ്നം കണ്ടത്. ഷീലോ, അവിടെയാണ് പെട്ടകത്തിൻ്റെ ഫൈനലായിട്ടുള്ള റെസ്റ്റിംഗ് പ്ലേസ്. ബേത്ലഹേം, അവിടെയാണല്ലോ ദാവീദ് രാജാവിൻ്റെ ജന്മദേശം. ഹെബ്രോൻ, അവിടെയാണല്ലോ ഇസ്രയേലിൻ്റെ പിതാക്കന്മാരെ അടക്കിയിരിക്കുന്നത്. ഇതെല്ലാം വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ്, അതായത് പുരാവസ്തു ഗവേഷണം പോലും. എവിടെയെല്ലാം ആർക്കിയോളജിസ്റ്റുകൾ കുഴിച്ചു നോക്കുന്നോ അവിടെയെല്ലാം തന്നെ 3700 വർഷത്തിൽ പരമായിട്ടുള്ള യഹൂദ ചരിത്രം അവിടുത്തെ മണ്ണിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ബൈബിളിൽ മാത്രമേ ഉള്ളോ യഹൂദ ഭരണം ആ ദേശത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള തെളിവ്? അല്ല. ഇസ്രയേലിൻ്റെ ശത്രുക്കളുടെ ഡോക്യുമെൻറ്റേഷനിൽ പോലും ഇസ്രയേലിൻ്റെ ഭരണം, ആ ദേശത്തിൻ്റെ ഭരണം യഹൂദരുടെ കൈവശമായിരുന്നു എന്നുള്ളതിനുള്ള തെളിവുണ്ട്. ഏകദേശം 1208 BC ഡേറ്റഡ് ആയിരിക്കുന്ന മിസ്രൈമിലെ ആ മെർനപ്റ്റ സ്റ്റീലിൽ ഒരു എഴുത്തുണ്ട്. അത് പറയുന്നത്, ഇസ്രയേൽ ഈസ് വേസ്റ്റഡ്, ഇറ്റ്സ് സീഡ് ഈസ് നോട്ട്. ഇസ്രയേൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ ഇസ്രയേലിൻ്റെ വിത്ത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നെ 840 BC അടുത്ത് മേഷ സ്റ്റീൽ, ആ സ്റ്റീലെ വിവരിക്കുന്നത് മോവാബ്യ രാജാവായ മേഷയുടെ വിജയങ്ങളെക്കുറിച്ചാണ്. ആ സ്റ്റീലയിൽ ഒരു എഴുത്തുണ്ട്, ഹൗസ് ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ ഗൃഹം. പിന്നെ മറ്റൊരു സ്റ്റീലെ അതേ കാലഘട്ടത്തിൽ നിന്നുള്ള ടെൽഡാൻ സ്റ്റീൽ വിവരിക്കുന്നത് ഡമാസ്കസിലെ ഹസായൽ രാജാവിൻ്റെ ജയങ്ങളെക്കുറിച്ചാണ്. അതിലും ഒരു എഴുത്തുണ്ട്, ഹൗസ് ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ ഗൃഹം. പിന്നെ 1-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ യഹൂദ ചരിത്രകാരൻ യോസീഫസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വിവരിച്ചിട്ടുണ്ട് യെരുശലേമിൽ സ്ഥിതി ചെയ്തിരുന്ന ആ ദേവാലയം, അതിനെ എങ്ങനെയാണ് റോമാക്കാർ AD 70 ചുട്ടെരിച്ചത്, എല്ലാം താൻ വിവരിക്കുന്നുണ്ട്. ആ ഒരു തെളിവ് വളരെ വ്യക്തമായി റോമിലെ ആ ആർച്ച് ഓഫ് ടൈറ്റസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നാം കാണുന്നത് റോമ സൈന്യം യെരുശലേമിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന, മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വസ്തുക്കളിൽ ഈവൻ ആ യഹൂദരുടെ ആലയത്തിൽ ഉപയോഗിച്ച മെനോറ അതുപോലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആർക്കിയോളജി, പുരാവസ്തു ഗവേഷണം തന്നെ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു, യഹൂദ ജനം ആ ദേശത്തിൽ 3700 വർഷത്തിൽ പരമായി അവർ വസിച്ചിരുന്നു, അവർ അവിടെ ഭരണം നടത്തിയിരുന്നു എന്ന്. പിന്നെ രണ്ടാമത്തെ ക്ലെയിമാണ്, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഗ്രാൻഡഡ് പൊളിറ്റിക്കൽ സോവറിനിറ്റി ഓഫ് ദ ലാൻഡ് ടു ദ ജൂയിഷ് പീപ്പിൾ. അന്താരാഷ്ട്ര സമൂഹം ആ ദേശത്തിൻ്റെ പരമാധികാരം യഹൂദ ജനത്തിനാണ് കൊടുത്തിരിക്കുന്നത്. 1917 ബ്രിട്ടൻ്റെ ഫോറിൻ സെക്രട്ടറി ആർത്തർ ബാൽഫോർ ഒരു ഡിക്ലറേഷൻ ഇഷ്യൂ ചെയ്തു. അതിൻ്റെ പേരാണ് ബാൽഫോർ ഡിക്ലറേഷൻ. അതുപ്രകാരം പലസ്തീൻ എന്നു പറയുന്ന ദേശത്ത് യഹൂദർക്കൊരു മാതൃഭൂമി സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു ദേശത്തിൽ ഉൾപ്പെട്ടിരുന്നതാണ് ഇന്ന് കാണുന്ന ഇസ്രയേലും
യഹൂദ്യ സമരിയ, അതായത് നമ്മളിന്ന് കാണുന്ന വെസ്റ്റ് ബാങ്ക്, പിന്നെ യോർദാൻ. ഞാൻ അതിനു വേണ്ടിയാണ് മുമ്പേ ആ പലസ്തീൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തൊട്ട് പറഞ്ഞത്. പിന്നെ 1920 സാൻറീമോ കോൺഫറൻസ് ഇറ്റലിയിലെ സാൻറീമോ എന്ന് പറയുന്ന സ്ഥലത്തിൽ നടത്തി. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓട്ടോമൻ സാമ്രാജ്യം തകർന്നതിൻ്റെ ആ ബാക്കിയുള്ള, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ദേശത്തെ എല്ലാം ഡിവൈഡ് ചെയ്യുവാൻ വേണ്ടിയാണ് ആ കോൺഫറൻസ് നടത്തിയത്. അങ്ങനെ സാൻറീമോ പ്രമേയവും പാസാക്കി. അതിൽ ഉൾപ്പെടുത്തിയിരുന്നു ബാൽഫോർ ഡിക്ലറേഷനും കൂടെ. എന്നിട്ട് ആ പ്രമേയത്തെ പിന്നീട് ലീഗ് ഓഫ് നേഷൻസ് പറയുന്ന സംഘടന വരുമ്പോൾ അതിലെ എല്ലാ അംഗങ്ങളും ഒപ്പുവെച്ചു. അങ്ങനെ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ മേലായിരുന്നു ഉത്തരവാദിത്തം, ഈ പലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ബ്രിട്ടനായിരുന്നു നിയമപരമായി ഉള്ള ചുമതല യഹൂദ ജനത്തിന് പലസ്തീൻ എന്ന് പറയുന്ന ദേശത്ത് ഒരു സ്വന്തം ദേശം, ഒരു മാതൃഭൂമി സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത്. പക്ഷേ 1921 ആ സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോളണീസ് ആയിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ ആ പലസ്തീൻ എന്ന് പറയുന്ന ദേശത്തെ വീണ്ടും മുറുക്കിയ, എന്നിട്ട് അതിലെ 78% പ്രദേശവും എമിറേറ്റ് ഓഫ് ട്രാൻസ് ജോർഡാൻ എന്ന് പറയുന്ന ഒരു ദേശത്തെ സെറ്റപ്പ് ചെയ്യുവാൻ താൻ ഉപയോഗിക്കുക. കാരണം അവിടെയായിരുന്നു ബ്രിട്ടൻ്റെ സുഹൃത്തായിരുന്ന അബ്ദുല്ല ഇബിൻ അൽ ഹുസൈനെ രാജാവായിട്ട് വാഴിച്ചിരുന്നത്. ഇതായിരുന്നു ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയൊരു വീഴ്ചയിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇസ്രയേലിന് കൊടുക്കാമെന്ന് പറയുന്ന ആ ദേശത്തെയാണ് മുറിച്ച് മറ്റാർക്കൊക്കെയോ താൻ കൊടുത്തത്. ചരിത്രകാരന്മാർ പറയുന്നത് ഇതായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഉയർച്ചയിൽ നിന്ന് അതിൻ്റെ പതനത്തിൻ്റെ ആരംഭത്തിൻ്റെ ഒരു കാരണമെന്ന്. അത് ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം. എനിവേ 1922 ഈ ലീഗ് ഓഫ് നേഷൻസ് മറ്റ് ഒരു മെമ്മോറാണ്ടം, ബ്രിട്ടീഷ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒരു മെമ്മോറാണ്ടത്തെ അപ്രൂവ് ചെയ്യുകയാണ്. ആ മെമ്മോറാണ്ടം പറയുന്നതനുസരിച്ച് ആ മുമ്പേ വേർതിരിച്ചുണ്ടാക്കിയ ആ ട്രാൻസ് ജോർഡാനെ യഹൂദ ജനത്തിന് കൊടുക്കാമെന്ന് പറയുന്ന പലസ്തീൻ എന്ന് പറയുന്ന ആ ദേശം അതിൽ നിന്ന് കംപ്ലീറ്റായിട്ട് അങ്ങ് ഒഴിവാക്കുമെന്ന് ആ മാൻഡേറ്റിനെയും ലീഗ് ഓഫ് നേഷൻസിൻ്റെ 51 അംഗങ്ങൾ സൈൻ ചെയ്തു, ഒപ്പുവെച്ചു. ഇത് യഹൂദർക്ക് വലിയ വിഷമമുണ്ടാക്കി. കാരണം അവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന ആ ദേശത്തിൻ്റെ നല്ലൊരു പങ്കളവാണ് ഇപ്പോൾ ട്രാൻസ് ജോർഡാൻ എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് ഇപ്പോൾ മാറിയത്. അത് ബാൽഫോർ ഡിക്ലറേഷനും സാൻറീമോ റെസൊല്യൂഷനും പിന്നെ ലീഗ് ഓഫ് നേഷൻസും എല്ലാം അംഗീകരിച്ചതായിരുന്നു. ഈ മുഴുവൻ പ്രദേശത്തെയുമായിരിക്കും യഹൂദർക്കൊരു മാതൃഭൂമിയായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ എന്നിട്ടും നമ്മൾ അങ്ങനെ നോക്കിയാൽ തന്നെ യഹൂദ ജനത്തിന് അവരുടെ ഒരു സ്വന്തം മാതൃഭൂമിയായിട്ട് ഒരു ദേശത്തെ കൊടുക്കാമെന്ന് ആ സമയത്തെ സംഘടനകളും ഗ്യാരണ്ടി ചെയ്തു. എന്നിട്ടും അടുത്ത ഒരു 25 വർഷത്തേക്ക് ഇസ്രയേൽ എന്ന ഒരു രാഷ്ട്രം യഹൂദരുടെ സ്വന്തം ദേശമായിട്ട് ഉടലെടുത്ത് വന്നില്ല. 1945 ഈ ലീഗിന് പകരമായി ഐക്യരാഷ്ട്ര സംഘടന വരികയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആർട്ടിക്കിൾ 80 പറയുന്ന പ്രകാരം ഒരു രീതിയിലും അതുവരെ ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത മാൻഡേറ്റുകളെ ഐക്യരാഷ്ട്ര സംഘടന തിരുത്തി എഴുതത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ സമയത്ത് ഐക്യരാഷ്ട്ര സംഘടന പോലും അംഗീകരിച്ചു ആ ദേശം, അതായത് പലസ്തീൻ്റെ പ്രദേശത്ത് യഹൂദ ജനത്തിന് സ്വന്തം ഒരു മാതൃഭൂമി കൊടുക്കണം. പക്ഷേ ഇന്ന് വരെയും ഐക്യരാഷ്ട്ര സംഘടന അന്നത് പറഞ്ഞെങ്കിലും ഇന്ന് വരെയും ഈ യഹൂദ ജനത്തിന് ആ ദേശത്തിൻ്റെ മേലുള്ള പരമാധികാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും യഹൂദ ജനത്തിന് ഇസ്രയേലിന് വിരുദ്ധമായിട്ടുള്ള പ്രമേയങ്ങൾ പോലും പാസ്സാക്കുവാൻ ഐക്യരാഷ്ട്ര സംഘടന വളരെ ഉത്സാഹിച്ച് തന്നെ പ്രവർത്തിക്കുന്നു. 1947 നവംബർ മാസമായപ്പോൾ ഈ യഹൂദർക്ക് ഇനി അവശേഷിക്കുന്ന ആ ദേശത്തെ വീണ്ടും മുറുക്കിയാണ്. ഐക്യരാഷ്ട്ര സംഘടന ഒരുമിച്ച് വോട്ട് ചെയ്തു. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, യോർദാനെ ഉണ്ടാക്കുവാൻ വേണ്ടി മാറ്റിക്കഴിഞ്ഞപ്പോൾ ബാക്കി ശേഷിക്കുന്ന ആ പ്രദേശത്തിൽ നിന്ന് 56% ദേശം യഹൂദ രാഷ്ട്രത്തിനും ബാക്കിയുള്ള 43% ദേശം അറബ് ഒരു രാജ്യത്തിനും, അത് യോർദാനോട് കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു അറബ് രാജ്യമായിരിക്കും. എന്നിട്ട് യെരുസലേം പട്ടണം ഒരു ഇൻ്റർനാഷണൽ ട്രസ്റ്റിഷിപ്പ് സിസ്റ്റത്തിൻ്റെ കീഴിലും നിയന്ത്രിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, യഹൂദ നേതൃത്വം അന്ന് ഉള്ള ആ ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ പാർട്ടീഷൻ പ്ലാനിനെ അംഗീകരിച്ചു. നേരെ മറിച്ച് പലസ്തീനി അറബുകളും
ചുറ്റിനുമുള്ള അറബ് രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയുടെ ആ ഒരു പ്ലാനിനെ ശക്തമായി എതിർത്തു. അപ്പോൾ എന്നിട്ട് കൂടി യഹൂദർക്കുള്ള ഒരു മാതൃഭൂമി എന്ന രീതിയിൽ ലോകത്തിൻ്റെ സംഘടനകൾ അപ്പോഴും ആ പ്രദേശത്തിലെ ഒരു ഭാഗം ഗ്യാരണ്ടി ചെയ്തിരുന്നു. പിന്നീട് 1948 ഇസ്രയേൽ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. പിന്നെ 1949 ഇസ്രയേലിനെ ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് പ്രവേശിപ്പിക്കുക. എന്നിട്ടും ഇന്നുവരെയും ഇസ്രയേലിൻ്റെ അതിർത്തികളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നടന്നു വരികയാണ്. ഇസ്രയേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്നുവരെയും ഇസ്രയേലിനെതിരെ അനേക അറബ് ലീഡേഴ്സ് അക്രമങ്ങൾ അഴിച്ചുവിടുകയും യുദ്ധങ്ങൾ അഴിച്ചുവിടുകയും തർക്കങ്ങളും വഴക്കുകളും നടത്തിവരികയാണ്. ഇനി മൂന്നാമത്തെ ക്ലെയിമാണ് ജൂയിഷ് ടെറിട്ടറി വാസ് ക്യാപ്ചേർഡ് ഇൻ ഡിഫെൻസീവ് വാർസ്. പ്രതിരോധമായിട്ടുള്ള രീതിയിൽ നടത്തിയ യുദ്ധങ്ങളിൽ പിടിച്ചെടുത്തതാണ് യഹൂദരുടെ ചില ഭാഗങ്ങൾ. ഇന്ന് മീഡിയയും പബ്ലിക്കിലും നല്ലൊരു പങ്കും ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റ്, ഇസ്രയേൽ ഗാസയും വെസ്റ്റ് ബാങ്കിനെയും ഒക്കുപ്പൈ ചെയ്യുന്നു. അങ്ങനെ നാം കേട്ടിട്ടില്ലേ? ഒക്കുപ്പൈയിങ് ഫോഴ്സസ്. ഇസ്രയേലാണ് ആ പ്രദേശത്തെയും, ചിലർ പറയുന്നത് ഇസ്രയേലിൻ്റെ സ്വന്തം ദേശത്തെ പോലും ഇസ്രയേൽ ഒക്കുപ്പൈ ചെയ്യുവാണ്, അല്ലെങ്കിൽ അവകാശം പറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, 1517 മുതൽ 1917 വരെ പലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവനും, ഞാൻ മുമ്പേ ഓർപ്പിച്ച ആ പ്രദേശം മുഴുവനും ഓട്ടോമൻ ടർക്കിഷ് എംപയറിൻ്റെ കീഴിലായിരുന്നു. എന്നിട്ട് അതിനുശേഷം 30 വർഷത്തേക്ക് ആ പ്രദേശത്തെ ബ്രിട്ടനായിരുന്നു ഭരിച്ചിരുന്നത്. എന്നിട്ട് 1948 ഇസ്രയേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക. അതിനുശേഷമുണ്ടായ 1948 അറബ് ഇസ്രായേലി യുദ്ധത്തിൽ യോർദാൻ വെസ്റ്റ് ബാങ്കിൻ്റെ മേൽ കടന്നുകയറ്റം നടത്തി. അങ്ങനെ 1950 യോർദാൻ ആ വെസ്റ്റ് ബാങ്കിനെ അവരുടെ ദേശം എന്നുള്ള രീതിയിൽ അന്നക്സ് ചെയ്തു, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ യോർദാൻ ചെയ്തതുകൊണ്ട് വെസ്റ്റ് ബാങ്ക് യോർദാൻ്റെ ഒരു അതിർത്തിയായിട്ട് മാറുകയാണ്. പക്ഷേ 1967 ആ 6 ഡേ വാർ, 6 ദിവസം നീണ്ടു നിന്ന ആ യുദ്ധത്തിൽ സിറിയയും ജോർദാനും ഈജിപ്തും കൂടെ ഒരുമിച്ച് ഇസ്രയേലിനെ വളഞ്ഞ് ഇസ്രയേലിനെ കടലിലേക്ക് തള്ളിവിടണം എന്നും പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ പ്രതിരോധമായി ചെയ്ത ആ യുദ്ധത്തിൽ ഇസ്രയേൽ ജയിക്കുകയും, ശരിക്കും പറഞ്ഞാൽ ദൈവമാണ് ഇസ്രയേൽ തൻ്റെ സ്വന്തം ജനത്തെ അവിടെ കാത്തു പരിപാലിച്ചത്. അങ്ങനെ ഇസ്രയേൽ യോർദാൻ്റെ കൈവശത്തിൽ നിന്ന് വെസ്റ്റ് ബാങ്ക്, അതായത് ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യഹൂദിയെയും ശമരിയെയും, ആ വാർ ഓഫ് സെൽഫ് ഡിഫെൻസ്, പ്രതിരോധത്തിൽ നിന്നുകൊണ്ട് പിടിച്ചെടുത്ത സ്ഥലമായി വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിൻ്റെ കൈവശം വരികയാണ്. അപ്പോൾ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിനെ ഈ യോർദാൻ്റെ കൈവശത്തിൽ നിന്ന് പ്രതിരോധപരമായിട്ടുള്ള രീതിയിലുള്ളൊരു യുദ്ധത്തിൽ പിടിച്ചെടുത്തത് നിമിത്തം നിയമപരമായി ഇൻ്റർനാഷണൽ നിയമം വെച്ച് നോക്കുമ്പോൾ ആ ദേശം ഇസ്രയേലിൻ്റെ കൈവശമുള്ള ദേശമാണ്. ഇൻ്റർനാഷണൽ നിയമത്തിൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വേർതിരിവുണ്ട് അഗ്രസീവ് കോൺക്വസ്റ്റും ഡിഫെൻസീവ് കോൺക്വസ്റ്റും. അതായത് അങ്ങോട്ട് കയറി യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്ന സ്ഥലവും പ്രതിരോധമായിട്ടുള്ള രീതിയിൽ ഒരു രാജ്യം ആക്രമിക്കുന്ന രാജ്യത്തിൻ്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പ്രദേശവും. അങ്ങനെ രണ്ടും തമ്മിൽ വേർതിരിവുണ്ട്. ആ സമയത്ത് 1967 യുദ്ധത്തെപ്പറ്റി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ഒരു ജഡ്ജ് സ്റ്റീഫൻ ഷ്വെബൽ പറഞ്ഞത്, A state acting in lawful exercise of its right of self-defense may seize and occupy foreign territory as long as such seizure and occupation are necessary to its self-defense. Where the prior holder of the territory had seized that territory unlawfully, the state which subsequently takes that territory in the lawful exercise of self-defense has, against that prior holder, better title. അതായത് പ്രതിരോധമായിട്ടുള്ള രീതിയിൽ ആക്രമിക്കപ്പെടുന്ന രാജ്യം ആക്രമിക്കുന്ന രാജ്യത്തിൻ്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്ഥലം നിയമപരമായി ഈ ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ ഭാഗമായി മാറും. ഒരു യുദ്ധത്തിൽ ഇങ്ങനെ ഒരു നിയമം ഇല്ല എന്നിരിക്കട്ടെ, അതായത് ആക്രമിക്കുന്ന രാജ്യം ആ യുദ്ധത്തിൽ തോറ്റുപോയി എന്നിരിക്കട്ടെ, പക്ഷേ ആക്രമിക്കപ്പെടുന്ന രാജ്യം ആക്രമിക്കുന്ന രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ യുദ്ധത്തിൽ പിടിച്ചെടുത്ത രാജ്യമെല്ലാം ഓട്ടോമാറ്റിക്കലി യുദ്ധം കഴിഞ്ഞ് ആക്രമിക്കുന്ന രാജ്യത്തിന് തന്നെ തിരിച്ചു കൊടുക്കണം എന്നൊരു നിയമം വല്ലതും ആയിരുന്നെങ്കിൽ ഈ ലോകത്തിൽ എന്തൊരു ഭ്രാന്ത് പോലത്തെ ഒരു സ്ഥിതിയായേനെ. കാരണം ആക്രമിക്കുന്ന രാജ്യങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല.
കാരണം എങ്ങനെ പോയാലും അവരുടെ ടെറിട്ടറി, അവരുടെ ഭാഗമൊന്നും നഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വെസ്റ്റ് ബാങ്കും ഗാസയും യോർദാനോ അല്ലെ ആർക്കെങ്കിലും തന്നെ മടക്കി കൊടുക്കണമെന്നുള്ള ഒരു ബാധ്യതയുമില്ല. പിന്നെ അല്ലാതെ തന്നെ നോക്കിയാൽ യോർദാൻ്റെ ഭാഗമായി നിയമപരമായി ആ ദേശങ്ങളൊന്നും ഒരു രീതിയിലും ഒരു കാലത്തും നിലനിന്നിട്ടുമില്ല. ഇനി നാലാമത്തെ അവകാശമാണ് ജൂയിഷ് പീപ്പിൾ സെറ്റിൽഡ് ആൻഡ് ഡെവലപ്ഡ് ദാറ്റ് ലാൻഡ്. യഹൂദ ജനം സെറ്റിൽമെൻറ്റ് നടത്തിയത് മാത്രമല്ല, ആ ദേശത്തെ വികസിപ്പിക്കുകയും ചെയ്തു. ഇസ്രയേലിൻ്റെ ജനസംഖ്യ ഇന്ന് 9 മില്യണിൽ പരമുണ്ട്. പക്ഷേ 1850 ഏകദേശം 3.5 ലക്ഷം ആളുകളായിരുന്നു ഇസ്രയേലിലും വെസ്റ്റ് ബാങ്കിലും പാർത്തിരുന്നത്. 1857 ബ്രിട്ടൻ്റെ കോൺസുൽ ജനറൽ ജെയിംസ് ഫിൻ എഴുതിയത് ആ ദേശത്ത് നിവാസികളുടെ ഒരു ശൂന്യതയുണ്ട്, ആ ദേശത്തിൻ്റെ തന്നെ വലിയൊരു ആവശ്യം ഒരു കൂട്ടം ജനസംഖ്യയാണെന്ന്. പിന്നെ 1865 ബ്രിട്ടനിലുള്ള ബൈബിൾ സ്കോളറും ട്രാവലറും ഓർണിത്തോളജിസ്റ്റും, അതായത് പക്ഷികളെ പഠിക്കുന്ന സയൻറ്റിസ്റ്റുമായ HB ട്രിസ്ട്രാം പറഞ്ഞത് ഈ ഭൂമുഖത്തിൻ്റെ ഫേസിൽ നിന്ന് തന്നെ ആ ദേശത്തിലെ അനേക ഗ്രാമങ്ങളും ഇല്ലാതായി പോവുകയാണ്. പിന്നീട് 1867 മാർക്ക് ട്വെയിൻ എന്ന എഴുത്തുകാരൻ ആ ദേശം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം ജസ്രീൽ വാലി സന്ദർശിച്ചതിനെപ്പറ്റി താൻ എഴുതിയത് 30 മൈലോളം പ്രദേശത്തേക്ക് ഒരു ഗ്രാമം പോലുമില്ല ആ പ്രദേശത്ത്. 2-3 ചെറിയ ഗ്രൂപ്പായിട്ടുള്ള ബെഡുവിൻ ടെൻറ്റുകൾ, അതിലൊന്നുപോലും സ്ഥിരതാമസക്കാരുമല്ല. അദ്ദേഹം ഇതും പറഞ്ഞു, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ദേശമാണെങ്കിൽ കൂടി എല്ലാം കാട് പിടിച്ച് ആൾപ്പാർപ്പില്ലാതെ കിടക്കുകയാണ്. നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട് പബ്ലിക്കിലും മീഡിയയിലുമെല്ലാം. അതായത് യഹൂദർ അറബികളെ അവരുടെ പ്രദേശത്തിൽ നിന്ന് ചവിട്ടിത്തൊഴിച്ച് പുറത്താക്കി, എന്നിട്ട് അവരുടെ ദേശമെല്ലാം മോഷ്ടിച്ചെടുത്ത് അങ്ങനെ അറബികളിൽ അനേകർക്ക് ഭവനമില്ലാതായെന്ന്. അത് ശരിക്കും ശരിയാണോ? 1850കളിൽ യഹൂദർ അവിടെ തിരിച്ചു വന്നുകൊണ്ടിരുന്നവർ അവിടെയുള്ള, അതായത് പലസ്തീൻ എന്ന് പറയുന്ന ആ ദേശത്തിൽ അവർ സ്ഥലം വാങ്ങുവാൻ തുടങ്ങി. അറബികൾ അന്ന് കുന്നു പ്രദേശങ്ങളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവർ ഒരു രീതിയിലും ആ സ്ഥലങ്ങൾ വിൽപ്പനയ്ക്കും വെച്ചില്ല. അവർ വിൽപ്പനയ്ക്ക് വെച്ച ദേശങ്ങൾ അവർ ഒരു കാലത്ത് പാർത്തതോ അല്ലെങ്കിൽ വേസ്റ്റായി കിടക്കുന്ന ദേശങ്ങളോ ആണ് അവർ വിൽപ്പനയ്ക്ക് വെച്ചത്. അതും റെക്കോർഡ്സ് കാണിക്കുന്നത് ആ സമയത്ത് യഹൂദർ മേടിച്ച ആ വസ്തുക്കൾ ഏതാനും ചില ധനികരായിട്ടുള്ള മുസ്ലിം കുടുംബങ്ങളുടെയായിരുന്നു. അതും അതിൽ തന്നെ മിക്കവരും പലസ്തീനിലുമല്ല താമസിച്ചത്. അവരിൽ മിക്കവരും കൈറോയിലും ബീറൂട്ടിലും ഡമാസ്കസിലുമാണ് അവർ താമസിച്ചിരുന്നത്. ഏകദേശം 80% പരം പലസ്തീനി അറബികൾ അവിടെ ഉണ്ടായിരുന്നവർ കടം കയറിയ കൃഷിക്കാരും സെമി നോമാഡ്സും ബെഡുവിൻസ് അപ്രകാരമുള്ളവരായിരുന്നു. അതായത് ഇങ്ങനെ ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ മാറി മാറി അപ്രകാരമുള്ള വ്യക്തികളായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അവരെല്ലാം അതുകൊണ്ട് തന്നെ ആ ദേശം വിൽക്കുവാൻ ഒരുക്കമുള്ളവരായി. ആദ്യം മുതൽ തന്നെ യഹൂദർക്കൊരു ക്ലിയർ പോളിസി ഉണ്ടായിരുന്നു. ഒരു അറബിയെയും അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവരുടെ ദേശത്തിൽ നിന്ന് പുറത്താക്കില്ല. 1920 സയോണിസ്റ്റ് ലേബർ പാർട്ടി ലീഡറായിരുന്ന ഡേവിഡ് ബെൻഗൂറിയോൻ പറഞ്ഞത്, ഒരു കാരണവശാലും അറബ് കൃഷിക്കാരുടെ സ്ഥലങ്ങളോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളോ നമ്മൾ തുടരുത്. ഏതെങ്കിലും കാരണവശാൽ ആ അറബ് കൃഷിക്കാർ അവരുടെ ദേശത്തെ അവർ ഒഴിഞ്ഞു പോവുകയാണ്, അവർ സ്വന്തം ഇഷ്ടത്താൽ ഒഴിഞ്ഞു പോവുകയും അവർ ആഗ്രഹിക്കുന്ന വില കൊടുത്ത് മേടിക്കാമെങ്കിൽ മാത്രം ആ ദേശം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതിയെന്ന്. അറബികൾക്ക് അതുകൊണ്ട് തന്നെ ന്യായമായ കോമ്പൻസേഷനുകൾ അവരുടെ ദേശത്തിന് യഹൂദരുടെ കൈവശത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അതുതന്നെ 1937 ബ്രിട്ടീഷ് പീൽ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കമ്മീഷനെയായിരുന്നു ലണ്ടനിൽ നിന്ന് പലസ്തീനിലേക്ക് അയച്ച ഒരു കമ്മീഷൻ ആ സമയത്തുണ്ടായ അറബ് യഹൂദ സംഘർഷത്തെപ്പറ്റി പഠിക്കുവാനും അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യുവാനും വിട്ടൊരു കമ്മീഷൻ. ആ റിപ്പോർട്ട് പറയുന്ന പ്രകാരം ആ ലാൻഡ് സെയിൽ വസ്തു ഇടപാട് നിമിത്തം ജോലിയില്ലാതായ 664 അറബ് ജോലിക്കാരിൽ 347 പേരെയും ബ്രിട്ടൻ സൗജന്യമായി റീസെറ്റിൽമെൻറ്റ് നടത്തി. 317 പേർ ബ്രിട്ടൻ്റെ സഹായം വേണ്ടാന്ന് പറയുകയും അവർ മറ്റു ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലേക്ക് ജോലി തേടി പോവുകയും ചെയ്തു. ഇനി മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്,
യഹൂദർ അവിടെയുള്ള ആ ദേശത്തെ നിയമപരമായി വാങ്ങി എന്ന് മാത്രമല്ല, അവർ നോർമൽ റേറ്റിൻ്റെ 10 ഇരട്ടി വില കൊടുത്താണ് അവിടെയുള്ള ആ വസ്തു മേടിച്ചത്. ഉദാഹരണത്തിന് 1944 അയോവ എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റിലെ 1 ഏക്കറിന്, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുള്ള 1 ഏക്കറിന് $110 ആയിരുന്നുവെങ്കിൽ, പലസ്തീൻ്റെ പ്രദേശത്ത് ഉണങ്ങിയ വരണ്ട ഒരു ഗുണവുമില്ലാത്ത ദേശത്തിന് യഹൂദർ കൊടുത്തത് 1 ഏക്കറിന് 1000-1100 പരം ഡോളർ വിലയാണ് അവർ 1 ഏക്കറിന് വില കൊടുത്ത് മേടിച്ചത്. ആ സമയത്ത് ആ ദേശം വിറ്റ അറബികൾ തന്നെ പറയുണ്ടായി, ഈ ഗുണമില്ലാത്ത ദേശം ഈ യഹൂദർ മേടിക്കുന്നത് എന്തൊരു മണ്ടത്തരമാണ്. പക്ഷേ യഹൂദർ കഠിനാധ്വാനം ചെയ്തു. അവർ സാനിറ്റേഷൻ ഇംപ്രൂവ് ചെയ്തു, ഹെൽത്ത് കെയർ സിസ്റ്റം ഇംപ്രൂവ് ചെയ്തു, അവർ സയൻറ്റിഫിക് മെത്തേഡ്സ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു, ആ ദേശത്തെ ഫലഭൂയിഷ്ടമായിട്ടുള്ള രീതിയിൽ അവർ കൺവേർട്ട് ചെയ്തു. അങ്ങനെ എല്ലാ രീതിയിലും തഴച്ചു വളരുന്ന ഒരു രാജ്യമായി അവർ ആ ദേശത്തെ വികസിപ്പിച്ചു. അപ്പം നാം ഇവിടെ കണ്ടത് ഇസ്രയേലിൻ്റെ ദേശത്തിൻ്റെ മേലുള്ള റൈറ്റ്ഫുള്ളായിട്ടുള്ള ഓണർഷിപ്പ്, നിയമപരമായിട്ടുള്ള ഉടമസ്ഥാവകാശം ഇസ്രയേൽ അല്ലെ യഹൂദർക്ക് തന്നെയാണ്. കാരണം നാം കണ്ടതുപോലെ എബ്രഹാമിനും അവൻ്റെ ആ സന്തതികൾക്കും, എബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് സന്തതികൾക്കാണ് ദൈവം വാഗ്ദത്തത്താൽ ആ ദേശം കൊടുത്തത്. പിന്നീട് അന്താരാഷ്ട്ര സമൂഹം ആ ദേശത്തിൻ്റെ പരമാധികാരം യഹൂദാ ജനത്തിന് തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനിയും തർക്കത്തിലുള്ള സ്ഥലങ്ങൾ പോലും പ്രതിരോധ യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചെടുത്തതാണ്. ഇനി ഏറ്റവും അവസാനമായി യഹൂദാ ജനം ആ ദേശത്തെ സെറ്റിൽമെൻറ്റ് നടത്തിയത് മാത്രമല്ല, ആ ദേശത്തെ വികസിപ്പിക്കുക കൂടി ചെയ്തു. ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ മറ്റുള്ളവർ കൂടെ, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പുകൾ, ഈ സന്ദേശം ആർക്കൊക്കെ ഉപകരിക്കപ്പെടുമോ അവർക്കെല്ലാം നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ആ ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.